നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അത്രയ്ക്ക് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുക അതേപോലെ അങ്ങ് അങ്ങനെ ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നിർത്താതെയുള്ള ട്രാവലാണ്. കാരണം ബാംഗ്ലൂർ ടു ഹൈദരാബാദ് വിജയവാഡ, പിന്നെ വിശാഖപട്ടണം, പൂരി, ഇങ്ങനെയാണ് ഞങ്ങളൊരു ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വിജയവാഡ എത്തി. ഏകദേശം ഫസ്റ്റ് ഡേ ഞങ്ങൾ വിജയവാഡ എത്തി. വിജയവാഡ ഏകദേശം ഒരു 6 o'clock ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി വിജയവാഡ ടൗൺ കഴിഞ്ഞിട്ടൊരു 1.5 മണിക്കൂറും കൂടെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഇനിയൊരു ലോഡ്ജോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ കണ്ടെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ. ഇനി ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാനൊന്നുമില്ല. ഞങ്ങൾ ഫാസ്റ്റിൽ ഈ 2 ദിവസം വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോവാം. മൂന്നാമത്തെ ദിവസത്തോടുകൂടി ഞങ്ങൾ ഒഡീഷയിലേക്ക് കയറി. ഒഡീഷയിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പുരിയാണ്. പുരിയിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം രാത്രിയാവാറായി. ഇന്ന് പുരിയിൽ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം രാവിലെ പുരി ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് പ്ലാന്. അങ്ങനെ ഞങ്ങൾ പുരി ടൗണിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി. ആ ഹോട്ടലിൽ അന്ന് രാത്രി താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷേത്രം ദർശനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് നല്ല തിരക്കാണ്. ഉച്ചയോടുകൂടി ഞങ്ങൾ പുരി വിട്ടു. പിന്നെ അടുത്ത സ്ഥലം ഞങ്ങൾക്ക് കാണാനുള്ളത് കൊണാർക്ക് ക്ഷേത്രമാണ്. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് രാവിലെ തന്നെ എത്തി. അത്ഭുതകരമായൊരു ക്ഷേത്രമാണ് കൊണാർക്കെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ലിംഗരാജ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമാണ്. കൊണാർക്ക് പോലെ തന്നെ അതിവിസ്തൃതമായൊരു ക്ഷേത്രമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന്. ഭുവനേശ്വറിൽ കലിംഗ യുദ്ധം നടന്ന ധൗളിയിലെ സ്തൂപാസും കണ്ടിട്ട് അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച ഈ സ്ഥലം കൂടെ കണ്ടതിന് ശേഷം അശോകൻ്റെ പ്രശസ്തമായ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ കണ്ടതിന് ശേഷം അന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കൽക്കട്ട നഗരത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതായിരുന്നു. കൽക്കത്തയിൽ ഞങ്ങളെത്തി. കൽക്കത്തയിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത് ഹൗറ ബ്രിഡ്ജും ആ കൽക്കട്ട സിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കൽക്കത്തയിലെ പ്രശസ്തമായിട്ടുള്ള ടാക്സിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജ് ഒന്ന് വലം വെച്ച് കറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര ബംഗ്ലാദേശിൻ്റെ ബോർഡർ പ്രദേശമായ സ്ഥലത്തൂടെ പോയി. അവിടെ മനോഹരമായിട്ട് രാവിലെ കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സിലിഗുരി ലക്ഷ്യമാക്കിയിട്ട് ഉള്ള യാത്രയായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ടിയുണ്ടായിരുന്നത് ഡാർജിലിങ്ങിലോട്ടാണ്. ഞങ്ങൾ ഡാർജിലിങ്ങിൽ എത്തുമ്പോൾ നേരം വെളുത്തിരിക്കുന്നു. തലേദിവസം ഒരു ഹോം സ്റ്റേ, ഹെയർ പിൻ വളവ് കയറുന്നതിൻ്റെ പകുതിയിൽ വെച്ചൊരു ഹോം സ്റ്റേ കിട്ടി. അവിടുന്ന് ഞങ്ങൾ ഡാർജിലിങ്ങിലെത്തി. ഡാർജിലിംഗ് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സിക്കിം ിലോട്ട് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. സിക്കിം ടൗണിലെത്തിയപ്പോൾ അവിടെ ആദ്യം തന്നെ റോപ്പ് വേയിൽ കയറി. വളരെ ഹെയർ പിന്നുകൾ നിറഞ്ഞ ഒരു കുത്തനെ ഇറക്കമുള്ള ഒരു വഴിയായിരുന്നു സിക്കിമിലേക്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഹെയർ പിന്നിൽ നിന്ന് ഗാങ്ടോക്ക് സിറ്റി ഒന്ന് ദർശിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഗാങ്ടോക്കിൻ്റെ ബഹളത്തിലൂടെ നടന്നു നീങ്ങി. നാളെ ഞങ്ങൾക്ക് പോകാനുള്ളത് ഇവിടുന്ന് ഒരു ടാക്സി മാർഗം, ഞങ്ങളുടെ കാറ് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ടാക്സി മാർഗം ഗാങ്ടോക്ക് സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് 35 കിലോമീറ്റർ ദൂരെ ഉള്ള ചൈന ബോർഡറിലേക്ക്, ഇന്ത്യ ചൈന ബോർഡറിലേക്കുള്ള
ഒരു യാത്രയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ നാഥുലയിലേക്ക് വന്നിരിക്കുകയാണ്. നാഥുലയിൽ നിന്ന് ഞങ്ങളുടെ ഡ്രൈവർ ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ, നേരെ പുറകിൽ കാണുന്ന ഒരു ഫ്രോസണായിട്ട് നിൽക്കുന്ന ഒരു വാട്ടർഫാൾസ്, 2 വാട്ടർഫാൾസ് കാണാം. ഇവിടുത്തെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് സുമോങ്കോ എന്ന് പറയുന്ന ഈ ലേക്ക്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അന്ന് രാത്രി തന്നെ സിക്കിമിനോട് വിട പറഞ്ഞു. ഗാങ്ടോക്ക് ടു സിലിഗുരി ഒരു യാത്ര, വളരെ ദൂരം ഉള്ള യാത്രയായിരുന്നു. അന്ന് രാത്രി ഒരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും ആസാം ലക്ഷ്യമാക്കിയിട്ട് ആസാമിലെ ആദ്യത്തെ കാഴ്ചയായ കാമാക്യ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് കാമാക്യ ക്ഷേത്രം. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. രാവിലെ എത്തിയോണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാമാക്യ ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ഹാജോ എന്ന് പറയുന്ന വളരെ പഴയ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെയാണ് പത്മസംഭവ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ആചാര്യൻ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം റിംപോച്ചെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം ഇവിടെ വെച്ചാണ് സമാധിയായത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ഞങ്ങളുടെ ആസാമിലെ പ്രധാനപ്പെട്ട ഒരു യാത്ര ഒന്ന് കാസിരംഗ നാഷണൽ പാർക്ക് കാണുക എന്നുള്ളതാണ്. അതിരാവിലെ തന്നെ ഞങ്ങൾ കാസിരംഗ നാഷണൽ പാർക്കിലെത്തി. അന്നും ഞങ്ങൾ അതിൻ്റെ തലേദിവസവും ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ തന്നെയാണ് താമസിച്ചത്. അവിടുന്ന് ഏറ്റവും നേരത്തെ എത്തി. അങ്ങനെ ജീപ്പ് സഫാരി പോയി. വളരെ മനോഹരമായിട്ടുള്ളൊരു സഫാരിയാണ്. ഇതിനകത്ത് ഒരാൾക്ക് 650 രൂപ വെച്ചാണ് ചാർജ് ചെയ്തത്. സഫാരിയിൽ കാസിരംഗയിലെ ആനിമൽസിനെയൊക്കെ കണ്ടു. പ്രത്യേകിച്ച് ഒറ്റ ഹോണുള്ള കണ്ടാമൃഗത്തിനെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര അവിടുത്തെ ഗ്രാമവഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ സേല പാസ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. തവാങ് മൊണാസ്ട്രി ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. -10 രാത്രി. ഞങ്ങൾ അന്നും കാറിലാണ് കിടന്നുറങ്ങിയത്. റൂമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ രാത്രി കാറിൽ കിടന്നുറങ്ങിയതിന് ശേഷം പിന്നീട് രാവിലെ വീണ്ടും 4 മണിക്ക് യാത്ര തുടങ്ങി. തവാങ് മൊണാസ്ട്രിയും തവാങ്ങിലും ഒരു ദിവസം തങ്ങിയതിന് ശേഷം, അവിടെ ഹോട്ടലിൽ തങ്ങിയതിന് ശേഷം അവിടെ ഞങ്ങൾ തിരിച്ച് അരുണാചൽ പ്രദേശിൽ നിന്ന് ഇവിടെ പറഞ്ഞു. അതിനടുത്തുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇവിടുത്തെ മാർക്കറ്റും മറ്റു പല സ്ഥലങ്ങളും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ആസാമിലേക്ക്. ആ സമയത്ത് -ഡിഗ്രിയിലാണ്. ആസാമിലെ ജോർഹട്ട് വഴി എത്തി. അവിടുന്ന് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമായ മാജുലിയിലേക്കുള്ള യാത്രയാണ്. ജങ്കാറിൽ ഞങ്ങൾ മാജുലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാജുലി. മാജുലി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള റിവർ ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാജുലി. മാജുലിയിൽ ആദ്യം ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സത്രാസിലേക്കാണ്. ബ്രാഹ്മണ സത്രാസാണിത്. മാജുലിയിലെ മൺചട്ടി നിർമ്മാണവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും ഒക്കെ കാണാൻ ഇടയായി. മാജുലിയോട് ഞങ്ങൾ രാവിലെ മാജുലിയിൽ എത്തിയതാണ്. അവിടെ നിന്ന് തിരിച്ച് ബോട്ടിൽ കയറി ഞങ്ങൾക്ക് തിരിച്ച് എത്തേണ്ടതുണ്ട്. ബോട്ടിൽ ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ശിവസാഗർ ലക്ഷ്യമാക്കിയാണ് ഇനി പോകുന്നത്. ഇതാണ് ശിവസാഗർ എന്നും അറിയപ്പെടുന്ന ആസാമിലെ അഹോം രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരമാണ് ശിവസാഗർ. അവിടെ അനേകം ക്ഷേത്രങ്ങളും മനോഹരമായിട്ടുള്ള അവരുടെ കൊട്ടാരവും അതിലേറെ അവരുടെ പ്രധാനപ്പെട്ട ചരാദിയോ മൈതാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പിരമിഡ്സ് എന്ന് വിളിക്കുന്ന ആ മൈതാനം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ശിവസാഗറിലുള്ളത്. ഈ ശിവസാഗറിലെ ക്ഷേത്രങ്ങളും ഇതെല്ലാം കൂടെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് 2 ദിവസത്തോളം സമയമെടുത്തു. വളരെ ദീർഘമായിട്ട് കാണേണ്ടതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാഴ്ചയായിരുന്നു. അനേക സ്ഥലങ്ങൾ ഞങ്ങൾ ആ യാത്രയിൽ കവർ ചെയ്തു. ഉച്ചയോടുകൂടി ഞങ്ങൾ ഈ പിരമിഡ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചരാദിയോ മൈതാൻ, അഹോം രാജവംശത്തിൻ്റെ അനേകം ശവകുടീരങ്ങളുള്ള, ഏതാണ്ട് 180ഓളം ശവകുടീരങ്ങളുള്ള
ആ, അത് കാണുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. ഒരു ശവകുടീരത്തിൻ്റെ പണി റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ദിമാപൂരിൽ കാണാനുണ്ടായിരുന്നത് കച്ചാരി രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന സ്ഥലത്തെ കോട്ടയും മറ്റു കാഴ്ചകളായിരുന്നു. കൂൺ പോലുള്ള മകുടങ്ങളുള്ള കല്ലുകളുള്ള ഒരു പ്രത്യേക കൊട്ടാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ റൂയിൻസ് മാത്രം, തകർന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഞങ്ങളത് ഒന്ന് പുറത്തുനിന്ന് കണ്ടതിന് ശേഷം, കാരണം അത് തുറന്നിരുന്നില്ല, അത് കണ്ടതിന് ശേഷം ഇംഫാൽ ലക്ഷ്യമാക്കി നാഗാലാൻഡിലേക്ക് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനമായ നാഗാലാൻഡിലെ കോഹിമ ആദ്യത്തെ ഞങ്ങളുടെ കാഴ്ച പട്ടണത്തിലെത്തിയിരിക്കുകയാണ്. നാഗാലാൻഡിലെ മാർക്കറ്റാണ്. ഈ നാഗാലാൻഡിലെ മാർക്കറ്റിൽ പറയത്തക്ക രീതിയിൽ പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷേ ഞങ്ങളതൊന്നും കണ്ടില്ല. അവിടെ ചെറിയ സിൽക്ക് വോം പോലത്തെ പുഴുക്കളെ വിൽക്കുന്നത് കണ്ടിരുന്നു. ഇത് മാത്രമാണ് ഞങ്ങൾ മാർക്കറ്റിൽ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ കിസാമ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോയി. അവിടുത്തെ പലതരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ലേജാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന വില്ലേജാണ്. ഞങ്ങൾ പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ അവസാനിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ ബഹളങ്ങളൊക്കെ തീർന്ന് കിസാമ വില്ലേജിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. കിസാമ വില്ലേജ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സുക്കു വാലി കയറാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്ന് അവധി ആയതുകൊണ്ട് സുക്കു വാലിയിലേക്ക് പോകാനുള്ള സമയം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മാച്ച് ആവാതെ വരികയും ചെയ്തപ്പോൾ ഞങ്ങൾ അടുത്ത സംസ്ഥാനമായ മണിപ്പൂരിലേക്കുള്ള യാത്ര തുടങ്ങി. കലാപബാധിത പ്രദേശമാണ് മണിപ്പൂർ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് ലോട്ടക് ലേക്ക് കാണാനാണ് ഞങ്ങൾ പോയത്. ലോട്ടക് ലേക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവം ലേക്കുകളിലൊന്നാണ്. ലേക്കുകൾക്കകത്ത് തന്നെ ആളുകൾ താമസിക്കുന്ന, അത് ലേക്കിന് മുകളിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. അവിടെ എത്തിയപ്പോൾ ബിഷ്ണാപൂരിൽ വലിയ കലാപത്തിൻ്റെ ഏരിയയിലൂടെ കടന്നു പോയപ്പോൾ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ മേഘാലയയിലേക്ക് മറ്റൊരു വഴിയിലൂടെ പോയി. 18 മണിക്കൂർ നീണ്ട മേഘാലയ യാത്രയ്ക്ക് ശേഷം രാവിലെ ഞങ്ങൾ ഉണരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. മഞ്ഞ് നിറഞ്ഞു മൂടിയ പർവ്വതം മൂടിക്കിടക്കുന്നതാണ് കണ്ടത്. രാവിലെ തന്നെ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ക്ലീൻ വാട്ടർഫാൾസായ കറങ്ഷൂരി വാട്ടർഫാൾസ് കാണാൻ പോയി. ഞങ്ങൾ പോകുമ്പോൾ കറങ്ഷൂരി വാട്ടർഫാൾസ് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. കറങ്ഷൂരി വാട്ടർഫാൾസിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ പോകാനുണ്ടായിരുന്നത് ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്കാണ്. ഞങ്ങൾ അവിടത്തേക്ക് യാത്ര തുടർന്നു. ലിവിങ് റൂട്ട് ബ്രിഡ്ജിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും സമയം കളഞ്ഞതിന് ശേഷം മൗലിയോങ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഈ പ്രദേശത്ത് ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. അതിനുശേഷം അപ്പോഴത്തേക്ക് ഏകദേശം സമയമായി. ഞങ്ങൾക്ക് നല്ല വെളിച്ചം, തെളിവുള്ള സമയത്ത് ദ്വാഖി റിവർ കാണാനാണ് പോകേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 മണിയോടുകൂടി ദ്വാഖിയിൽ എത്തി. ദ്വാഖിയിൽ ഒരു ബോട്ടിങ്ങിന് പോയി. വളരെ മനോഹരമായിരുന്നു. അവിടുന്ന് രാത്രി ഷിലോങ്ങിലെ നഗര കാഴ്ചകൾ കാണാനാണ് അടുത്തത് ഞങ്ങൾ പോയത്. അന്ന് രാത്രിയോടുകൂടി മേഘാലയ കവർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ ദൂരം യാത്ര ചെയ്തു. അന്നെല്ലാം യാത്ര ചെയ്യുമ്പോൾ കിടന്നിരുന്നതെല്ലാം പെട്രോൾ പമ്പിലാണ്. മഞ്ഞു മൂടിയ സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീഹാറിൽ മഹാവീരൻ ജനിച്ച സ്ഥലത്തെത്തി. ഞങ്ങളുടെ ലക്ഷ്യം ഈ സ്ഥലം തന്നെയായിരുന്നു. നളന്ദ സർവകലാശാല, ബക്തിയാർ ഖിൽജി തകർത്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി കാണുക എന്നുള്ളതായിരുന്നു. അതിമനോഹരമായ യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങളെല്ലാവരും പോയി കാണേണ്ടതാണ്. അവിടുന്ന് ഞങ്ങൾ ഉത്തർപ്രദേശിലെ വാരാണസി ലക്ഷ്യമാക്കി യാത്ര വന്നു. ഏതാണ്ട് സന്ധ്യയോടടുത്ത് ഞങ്ങൾ വാരണാസിയിലെത്തി. അന്ന് വാരണാസിയിലൊരു ഹോട്ടലിൽ താമസിച്ചതിന് ശേഷം കാറ് പാർക്ക് ചെയ്തു. ഞങ്ങൾ മണികർണിക കാട്ടിൽ ദഹിപ്പിക്കുന്ന സ്ഥലത്തേക്കെത്തി. അത് കണ്ടു കഴിഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ആ യാത്ര ഉത്തർപ്രദേശ് കടന്ന് മധ്യപ്രദേശിലൂടെ ഫേമസ് വ്ളോഗറാണ്. ഞങ്ങളിവിടെ മധ്യപ്രദേശിൽ അനേകം കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷേ
ഞങ്ങൾ അവസാനത്തെ ദിവസം പെട്ടെന്ന് എത്തേണ്ടതുണ്ടായതുകൊണ്ട് 22 ദിവസം കഴിഞ്ഞതുകൊണ്ടും യാത്രയിൽ യാത്രയുടെ ചിലവിനെക്കുറിച്ചും ഓരോ സ്ഥലങ്ങളുടെ വിശേഷത്തെക്കുറിച്ചും കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും